നല്ല ചൂരമീൻ തല കൊണ്ടുള്ള ഒരു കറി ഉണ്ടാക്കിയല്ലോ എന്നാ വരൂ. വെൽക്കം ടു യുവർ ചാനൽ. ഇന്ന് മീൻ കറിയാണ് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലോട്ട് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് മൂത്ത് വരുന്ന ആ ടൈമിൽ നമുക്ക് ജിഞ്ചറും ഗാർലിക്കും ചെറുതായി അരിഞ്ഞത് ചേർത്തിളക്കാം. ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും കൂടെ തന്നെ പച്ചമുളകോ അരിമുളകോ എന്തെങ്കിലും ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് കൂടെ തന്നെ കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല സ്മെല്ലാണ് കറിവേപ്പില ഇട്ട് കൊടുത്താൽ. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് ഞാൻ ഇന്ന് ഫുള്ള് ചെറുള്ളി എടുത്തിരിക്കുന്നത്. ചെറുള്ളി ചെറുതാക്കി ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വാട്ടി കഴിഞ്ഞിട്ട് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു പരുവം. നമ്മുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ ചേരുവ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഞങ്ങൾ കുഞ്ഞ് ടീസ്പൂൺ കേട്ടോ. മല്ലിപ്പൊടി കുറയുന്നതാണ് മീൻ കറിക്ക് ടേസ്റ്റ്. എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഫിഷ് മസാല ഇതിന് കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നതാവും നല്ലത്. ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല, ഞങ്ങളത് ഇഗ്നോർ ചെയ്യാണ്. ഇനി അങ്ങോട്ട് എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. എന്നിട്ട് ഞാൻ ഫസ്റ്റിലെ 2 കുടംപുളി എടുത്തിട്ട് കഴുകി ചൂടുവെള്ളത്തിലെടുത്തിട്ടിരുന്നു കേട്ടോ. ഇനി അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 2 കുടംപുളിയുള്ളൂ ഈ കറിക്കകത്ത് ഇടുന്നത്. പിന്നെ തക്കാളി ഒന്നും വേറെ ആഡ് ചെയ്തിട്ടുമില്ല. അപ്പോൾ എന്തായാലും കുറച്ച് പുളി കൂടെ പിഴിഞ്ഞൊഴിക്കണം. പുളിയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് തിളച്ചൊരു ഗ്രേവി പരിവായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രേവി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടെ ഇട്ടിട്ട് നമുക്ക് മീനിടാം. ഓരോന്നായി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാവരും കിടന്നിട്ടൊന്ന് സെറ്റാവട്ടെ അല്ലേ. ഇനി മീനെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇവിടെ വറ്റിച്ച കറിയാണ് കേട്ടോ ഇഷ്ടം. ഒരുപാട് കറി ഒഴിച്ച് ആരും കഴിക്കാറില്ല, ഇങ്ങനെ വറ്റിച്ചെടുക്കാറാണ്. മീനൊക്കെ നന്നായിട്ട് ഇളക്കി നല്ല പോലെ അതിനകത്ത് സെറ്റാക്കിയ ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. നമ്മുടെ മീൻകറി നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ തൂവിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ സെറ്റ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോയ്ക്ക് കൂടെ കൂടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.